ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീനൂസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ്. ഇതിനായി ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഒരു സവാള, ഒരു മീഡിയം ടൈപ്പ് സവാള നമുക്ക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. നമുക്കതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു മീഡിയം ടൈപ്പ് തക്കാളി, കണ്ടില്ലേ, ഞാനിവിടെ എല്ലാം ഒന്ന് റഫായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ടൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി കൂടി അരിഞ്ഞിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കാം. തക്കാളി ഒന്ന് വേകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ തക്കാളി ഇതെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യാനുള്ളത്, നമുക്ക് ഈ തക്കാളിയുടെ തൊലി ഒന്ന് പതിയെ റിമൂവ് ചെയ്യാം. വേറൊന്നുമല്ല, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ എന്തായാലും തക്കാളിയുടെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് കൈ പൊള്ളാത്ത രീതിയിലേക്കൊന്ന് മാറ്റി എടുക്കാം. ശ്രദ്ധിച്ച് കൈ പൊള്ളാത്ത രീതിയിലേക്കൊന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു 10 കഷ്ണം കാഷ്നട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇപ്പോൾ നമുക്കിതാ ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ മാത്രം ഉപയോഗിക്കാത്തത്, അധികം ബട്ടർ ഹെൽത്തിന് അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഓയിലും ബട്ടറും കൂടി ആകുമ്പോൾ കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഗ്രേവി ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ അത് റെഡ് കളറിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ലൊരു റെഡ് കളറൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കറി കാണാൻ. പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഗ്രേവി ഇത്തിരി തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കതൊന്ന് ഗ്രേവി ഒന്ന് ഇത്തിരി ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മൾ ആ ഗ്രേവി എടുത്ത് വെച്ചിരുന്ന ആ പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ആ ഗ്രേവി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അട്ടാണി ഗ്രീൻ പീസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ഗ്രീൻ പീസാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പനീർ 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പനീർ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി പതിയെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്കെടുക്കാം. പനീർ നമുക്ക് എല്ലാവർക്കും അറിയാം, അധികം വേവുള്ള സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8-10 മിനിറ്റോളം പനീർ ഒന്ന് പതിയെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. വേറൊന്നിനുമല്ല, നമുക്കിതൊരു ഗ്രേവി ഒന്ന്
ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ഒഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല ഗ്രേവി ആയിട്ടുള്ള കറി കിട്ടും. പനീർ ബട്ടർ മസാല നല്ല ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒരു നെയ്യ് കൂടി ആഡ് ചെയ്യാന്നുള്ള സ്റ്റെപ്പാണ്. അപ്പം ഞാനിതിവിടെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരും. നമുക്കതൊന്ന് പയ്യെ ഇളക്കി കൊടുത്താൽ മതി. കാരണം നമ്മളുടെ പനീർ ഓൾറെഡി വെന്തിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ രുചികരമായ പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാൽ മാത്രം മതി. സെർവിങ് ഡിഷിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.